ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രോഷ്യൻ്റെ ഫ്ലവറിൻ്റെ പാറ്റേൺ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു 5 to 6 പെറ്റൽസ് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ലെയർ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം എന്ന്. പിന്നെ അത് വിട്ടുപോയി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ലെയർ വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. ഇത് നമുക്ക് 2 ലെയർ ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി 3 ലെയറിൽ നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനൊരു ഹാങ്ങിങ് കൂടി കൊടുത്താലേ നമുക്ക് ബാഗ് ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കീ ചെയിൻസിൽ ഇടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാങ്ങിങ് ഇല്ലെങ്കിൽ നമുക്ക് കുഷ്യൻ കവേഴ്സിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് തുന്നി പിടിപ്പിക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ അതിൻ്റെ ബാക്ക് ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനൊരു കളർ ഷെയ്ഡ് വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ കളറിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. നല്ല ഭംഗിയായിട്ട് വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. പിന്നെ ഇതിന് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റിച്ചുകൾ ഒന്ന്, നമുക്ക് റൗണ്ട് സർക്കിൾ ചെയ്യാനായിട്ട് ഏകദേശം ചെറിയൊരു ധാരണ ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ഞാൻ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, റൗണ്ട് സർക്കിൾ എങ്ങനെയാണ് അത് കൂട്ടി അതിൻ്റെ എണ്ണം കൂട്ടി വരുന്നതെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ബേസിക്സ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം റൗണ്ട് സർക്കിൾ ചെയ്യുന്നതിൻ്റെ. അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ പറയും. ആ പാറ്റേൺ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്തിട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റൗണ്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, റൗണ്ട് മാത്സ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. കണ്ടിട്ട് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ, 1 2 3 4 ലെയറാണുള്ളത് ഇതിന്. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇതാണ് വർദ്ധമാൻ്റെ കോട്ടൺ എന്ന് പറയുന്ന യാൻ. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, 51% കോട്ടനും 49% എക്കർലിക്കുമാണ് ഈ ആണുള്ളത്. ഇതിൽ ഇപ്പം ഇതൊരു 5 പ്ലേ ആണാണ് കേട്ടോ. ഇപ്പം ഇത് ഇങ്ങനെ അകന്നിങ്ങനെ പോരാൻ നല്ല സാധ്യതയൊക്കെ കൂടുതലുള്ള യാണുകളാണിത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ കോട്ടണിൽ ഉള്ള യാണിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്കർലിക്ക് യാണിൽ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കളറാണ് അതിൻ്റെ. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അകത്തൊരു ക്രീം കളർ പോലെയാണ് കാണുന്നത്. ഇതാണ് ഒരു കളറ്. പിന്നെ ഒന്ന് എടുത്തിരിക്കുന്നത് ഈ കളറാണ്, ഒരു പീച്ച് ഷെയ്ഡ്. ഇത് സെൻറ്ററിൽ വരും, ഇതത് കഴിഞ്ഞ് വരും, ഇതത് കഴിഞ്ഞ് വരും. അപ്പം ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞതുപോലെ 3 കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കളറിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഈ നമുക്ക് സാധാരണ ത്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവർ ഹുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് അവർ 2.5 mm എന്ന് പറഞ്ഞിട്ടുണ്ട് ഹുക്ക്. അപ്പം ഇവിടെ ഞാൻ 2.5 mm ഒരു ഹുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിസേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിതൊന്ന് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ സെൻറ്റർ പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ഈ ഒരു സെൻറ്റർ, ഇതിപ്പോൾ ഒരു 2 ലെയർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യത്തേത് 6 സിംഗിൾ ക്രോഷ്യോ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് വരുന്നതിൻ്റെയൊക്കെ റൗണ്ട് മാറ്റിൻ്റെയൊക്കെ വീഡിയോ പോയി കാണണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്കത് ചെയ്യാം. അതിനാദ്യം ഒരു മാജിക് റിങ് ഇടുക. മാജിക് റിങ് ഇട്ടിട്ട് അതിൽ നമ്മൾ ഒരു
6 സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ചെയിൻ 1 ഒന്ന് ഇട്ടിട്ട് ഇതിനെ ഒന്ന് സെക്യൂർ ആക്കണം കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. അപ്പം 1 2 ഞാൻ ഈ റിങ് ഒന്ന് ചെറുതാക്കട്ടെ, എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 2 3 4 5 6. ഓക്കെ, ഇനി നമ്മളിത് ടൈറ്റാക്കുക, നല്ലതുപോലെ ടൈറ്റാക്കണം. അപ്പം നമുക്കിതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടുമേ. എന്നിട്ട് ഇത് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്തില്ലേ, ഈ ഫസ്റ്റ് ചെയ്ത ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യേയിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്തോ? ഓക്കെ, ഇനി ഒരു ചെയിൻ ചെയ്യാം. ഒരു ചെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇത് കണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ചെറിയ റൗണ്ടായി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. 1 2, അടുത്തതിൽ 2 എണ്ണം. ഇതിങ്ങനെ നമ്മൾ 6 എണ്ണത്തിലും ചെയ്യാം. അപ്പോൾ 12 സ്റ്റിച്ച് കിട്ടും നമുക്ക്. 1 2 1 നമ്മളിപ്പോൾ 3 എണ്ണം ചെയ്തു. ഇതുണ്ടല്ലോ, ഈ ത്രെഡ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ചെയ്യണം. ഈ ത്രെഡിൽ ചെയ്യുമ്പം ഇതിങ്ങനെ വിട്ടുപോരാൻ ഒരുപാട് സാധ്യതകളുള്ളതാണ്. ഭയങ്കര 2. ഇനി ഇതിൽ നാലാമത്തതിൽ 1 2. ഇനി നമുക്ക് 2 എണ്ണത്തിലും കൂടി ചെയ്യണം. 1 2. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് 2 എണ്ണം കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ 2 സിംഗിൾ ക്രോഷ്യോ ചെയ്യാം. 1 2. ആദ്യം നമ്മൾ 6 സിംഗിൾ ക്രോഷ്യോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിലും 2 സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മളിതാ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് അറ്റാച്ച് ചെയ്തു, ഒരു ചെയിൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ എല്ലാ ഫ്ലവറിനും വേണമെങ്കിൽ സെപ്പറേറ്റ് വേറെ വൈറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ത്രെഡൊക്കെ നമുക്ക് ലാസ്റ്റ് അറ്റാച്ച് ചെയ്ത് വിടാം കേട്ടോ, ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാത്ത മാതിരി. അപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് റെഡിയായി. ഇനി ഫസ്റ്റ് പെറ്റലിൻ്റെ പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 ലെയർ വരുന്ന യെല്ലോൻ്റെ ത്രെഡിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഔട്ടർ ലൈൻ വരുന്ന സ്റ്റിച്ച് ഒന്ന് എണ്ണി നോക്കാവേ. 1 2 3 4 5 6 7 8 9 10 11
12 സ്റ്റിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പം നമ്മൾ അവസാനിപ്പിച്ച ഈ ത്രെഡിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോകാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ ത്രെഡാണ് എടുക്കുന്നത്. ഈ ത്രെഡ് ആണ് ഇനി അറ്റാച്ച് ചെയ്തിട്ട് പെറ്റൽസ് ആക്കി ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഈ ഇവിടെ വി എന്ന് പറയുന്ന 2 ഇതുണ്ടല്ലോ, അതിൽ ഈ ഫ്രണ്ടിലത്തെ ലൂപ്പിൽ കൂടെ മാത്രമാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പിങ്ക് കളർ ത്രെഡ് എടുത്ത് ഇതിൽ അറ്റാച്ച് ചെയ്ത് ചെയിൻ 2 ചെയ്യാണ്. 1 2. ഓക്കെ, ചെയിൻ 2 ചെയ്തിട്ട് ഇവിടെ വരെ മനസ്സിലായല്ലോ. ചെയിൻ 2 ചെയ്തിട്ട് ഈ യെല്ലോ ത്രെഡ് ഞാൻ ഇങ്ങനെ കൂട്ടി ഇങ്ങ് തയ്ച്ച് വിടുകയാണ് കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ ഒരു 2 ഡബിൾ ക്രോഷ്യോ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ 2 ചെയിൻ്റെ അത്രയും ലെങ്ത്തിലേ അത് എടുക്കാവുള്ളൂ. ഒന്നും കൂടി ഒരു ഡബിൾ ക്രോഷ്യോയും കൂടി സെയിം ഇതിൽ തന്നെ ചെയ്യാണ്. ഇതാ, ഇനി 2 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സെയിം ഇവിടെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കും. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പെറ്റലായി. ഓക്കെ, ഇനി അടുത്ത പെറ്റൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് നമ്മൾ വിടണം കേട്ടോ. ഇതിലോട്ട് നമ്മൾ ത്രെഡിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. നമ്മൾ ഇത് കൂടെ വരുന്നുണ്ടോ, ഈ ത്രെഡ് നമ്മൾ കൂടെ എടുക്കുന്നുണ്ടോ എന്നുള്ളത്, ഒന്നെങ്കിൽ നമുക്ക് ഈ ത്രെഡിനെ നമുക്കിങ്ങനെ കൂടെ പിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്കിത് തുന്നി ഉള്ളിലോട്ട് വിടാം. കൂടെ പിടിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ത്രെഡിനെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി ചെയിൻ 2 കണ്ടോ. ഇനി അടുത്തത് ചെയിൻ 2 ചെയ്തു. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 DC ചെയ്യാം. അതായത് 2 ഡബിൾ ക്രോഷ്യോ ചെയ്യാം. പിന്നെ 2 ചെയിൻ ചെയ്യാം. ഇങ്ങോട്ട് തന്നെ നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇത് അറ്റാച്ച് ചെയ്യാം. അടുത്തത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുക്കുക. ഈ ത്രെഡും കൂടി വെച്ചിട്ട് നമ്മളിതിനെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. 2 ചെയിൻ ചെയ്യുക. 2 DC ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ 12 സ്റ്റിച്ചും ചെയ്തു വരണം. ഓക്കെ, അപ്പോൾ 12 എണ്ണവും ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഇത് കണ്ടോ, നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചിങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആ യെല്ലോ ത്രെഡ് വിട്ടു കേട്ടോ. യെല്ലോ ത്രെഡ് നമ്മളൊരു 3-4 എണ്ണത്തിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഈ യെല്ലോ ത്രെഡ് അങ്ങ് കട്ട് ചെയ്ത് ഇപ്പോഴേ നമുക്കതങ്ങ് മാറ്റാം, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കി വരുന്ന ഈ യെല്ലോ ത്രെഡ് ഉണ്ടല്ലോ, ഇതങ്ങ് നമുക്ക് ഒരു 3-4 എണ്ണത്തിൽ ഞാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഉള്ളിൽ പോകുന്ന മാതിരി അത് പൊക്കോളും. നമ്മളിത് മാറ്റി. ഓക്കെ, ഇനി നമുക്കിത് എത്ര പെറ്റലായി എന്നുള്ളത് നോക്കാവേ. നമ്മളിവിടെയാണ് നിർത്തിയിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 എണ്ണേ ആയിട്ടുള്ളൂ. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാനുണ്ട് പെറ്റിൽ. നമ്മൾ നോക്കുക, ഇവിടെ നമുക്കത് അതിനുള്ള സ്പേസ് ഉണ്ടാവും. ഇത് ഈ പെറ്റൽസ് ചെയ്യുമ്പം കൃത്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ എണ്ണം മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരു ചെയിനും കൂടി നമുക്ക് ബാക്കിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ആ ഫ്രണ്ട് ലൂപ്പിലോട്ട് മാത്രം ത്രെഡ് കയറ്റി നമ്മളതിന് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. 2 ചെയിൻ ചെയ്യുക. 2 DC ചെയ്യുക.
പിന്നെ 2 ചെയിൻ ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളിത് അറ്റാച്ച് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഈ കളറ് നമുക്കൊരു ചെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അടുത്ത ഒരു ലെയറും കൂടി ഇതേ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഓരോ ലെയർ താഴെ യെല്ലോൻ്റെ ഫസ്റ്റ് ലൂപ്പിൽ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടിയുണ്ട്. ഇത് ഈ ത്രെഡിനെ ഇങ്ങ് മാറ്റുക. ഈ യെല്ലോയ്ക്ക് സെക്കൻഡ് ലൂപ്പുകളുണ്ട് ഇവിടെ കണ്ടോ. ഇതിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ത്രെഡിനെ അറ്റാച്ച് ചെയ്തെടുക്കുക. ബാക്കി കൂടെ എടുക്കണം കേട്ടോ. എന്താ കണ്ടോ, ഈ ത്രെഡിനെ നമ്മൾ ഈ അടുത്ത ആ യെല്ലോൻ്റെ ഇതിലോട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ എല്ലാം ഈ ബാക്ക് ലൂപ്പിൽ നമ്മൾ വിട്ട ഈ യെല്ലോൻ്റെ ബാക്ക് ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എല്ലാ ബാക്ക് ലൂപ്പിലും 2 DC വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ 2 ചെയിൻ ചെയ്തു. അവിടെ തന്നെ നമ്മൾ ഒരു DCയും കൂടി ചെയ്യാം. yarn over, pull through, yarn over, ഒരു DC ചെയ്തു. അടുത്ത ഇതിലും നമ്മൾ ഈ പെറ്റലിനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ. അടുത്ത ഇതിലും നമ്മൾ 2 DC ചെയ്യാം. ഓക്കെ, അടുത്ത ഇതിലും നമ്മൾ 2 DC ചെയ്യാം. ഇതുപോലെ നമ്മൾ ഈ 12 സ്റ്റിച്ചിലും നമ്മൾ ഇത് 2 വെച്ചിട്ട് ചെയ്ത് വിടണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ലെയർ ഇതുപോലെ നല്ല പ്ലെയിനായിട്ടൊരു റൗണ്ട് പോലത്തെ ഒരു ലെയറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് അവസാനം വരെ എത്തിയിട്ട് കാണിക്കാവേ. ഇത് കണ്ടോ, നമ്മളുടെ ഈ മുകളിലത്തെ ഈ പെറ്റൽസിൻ്റെ ഷേപ്പ് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇതുപോലെ ഒരു ഇതാണ് കിട്ടുക, ഒരു റൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിവിടെ ലാസ്റ്റ് വരെ നമ്മൾ തയ്ച്ചിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യും. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ 2 ചെയിൻ ചെയ്തില്ലേ, അതിലേക്ക് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ചെയ്തില്ലേ, ഇതിൻ്റെ ഈ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് നമ്മൾ അടുത്ത പെറ്റലിൻ്റെ പാറ്റേൺ ആയിട്ട് ചെയ്യുന്നത്. അത് സെയിം നമ്മൾ ഇവിടെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 12 പെറ്റലാണ് ചെയ്തത്. ഇവിടെയും നമ്മൾ ആ സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ലൂപ്പിലോട്ട് ഇതൊന്നും ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളിങ്ങനെ ചേർക്കുക. എന്നിട്ട് ചെയിൻ 2 ചെയ്യുക. എന്നിട്ട് ഈ ഒരെണ്ണത്തിൽ തന്നെ 2 DC ചെയ്യുക. പിന്നെ 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഈ ഇതിലോട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് കണ്ടോ. അതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഈ ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. 2 ചെയിൻ ചെയ്യുക, 2 DC ചെയ്യുക. പിന്നെ 2 ചെയിൻ ചെയ്തിട്ട് ആ സെയിം ഇതിൽ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ള് നമുക്ക് ചെയ്ത് തീർക്കണം. ഇത് നമ്മളുടെ രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇവിടം വരെ ജോയിൻ ചെയ്ത് വന്നു കേട്ടോ. ഇനി
നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഓരോ ലൂപ്പുകളുണ്ട് നമുക്ക്. നമ്മളിത് വിട്ടിട്ട് ചെയ്തിട്ടുള്ള ഓരോ ലൂപ്പുകൾ കണ്ടോ, ഇതുപോലെ ഓരോ ലൂപ്പുകളുണ്ട് നമുക്ക്. അതിലാണ് ഇനി നമ്മൾ അടുത്ത ലെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെയിനും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. ഈ ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ത്രെഡൊക്കെ ഒന്ന് അത്യാവശ്യം നമുക്ക് ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ ത്രെഡുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് നീഡിൽ വെച്ചിട്ട് ഒന്ന് ഫുള്ള് ഉള്ളിലോട്ട് വിടാം കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം തുടങ്ങിയത് ഇവിടെയാണ് കിടക്കുന്നത്, പിന്നെ ഒന്ന് ഇവിടെയാണ്. ഇനി ഈ യെല്ലോയും ഉള്ളിലോട്ട് വിടാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുകയുള്ളൂ ഞാൻ കാണിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളുടെ 2 ലെയർ ഫ്ലവർ ദേ ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ലെയർ ചെയ്ത് കഴിയുമ്പം തന്നെ ഇത് നല്ല തിക്കായിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ 2-3 ലെയറൊക്കെ വന്നിട്ടാണ് ഇത് വരുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ മാറ്റി കൊടുത്താലേ നമുക്കത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇത് കണ്ടോ, നമ്മൾ വിട്ടിട്ടുള്ള ഈ സ്റ്റിച്ച് ഇങ്ങനെ കറക്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തേതിൽ നമ്മളൊരു 12 പെറ്റലാണെങ്കിൽ പിന്നത്തെ നമ്മൾ ഈ ലെയർ ചെയ്തെടുത്തത് 2 ഡബിൾ ക്രോഷ്യോ വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു 24 പെറ്റലും ചുറ്റും ഉണ്ടാവും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇവിടെ നമ്മൾ അടുത്ത കളർ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഈ പെറ്റൽ ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഇതിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനാണ് ഞാൻ പറഞ്ഞത്, റൗണ്ടിൻ്റെ പാറ്റേൺ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ ലെയറുകൾ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഓരോ പെറ്റലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാവും, അത് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 6 എണ്ണം ചെയ്തു, ഇവിടെ 12 എണ്ണം ചെയ്തു, ഇവിടെ ആ 12 എണ്ണത്തിൽ ഡബിൾ വെച്ച് ചെയ്തു. അപ്പോൾ അടുത്തത് ഞാൻ ഈ ഒരു ഫ്ലഷ് ടിൻറ്റ് കളറ് ആണ് എടുക്കുന്നത് കേട്ടോ. ഒരു സാൽമണിൻ്റെ ഒക്കെ ഒരു കളറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ബാക്കിലത്തെ ഇതിൽ നമ്മൾ ത്രെഡ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ത്രെഡ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഇതിങ്ങനെ എടുത്തു. എന്നിട്ട് നമുക്ക് ചെയിൻ 2 ചെയ്യാം. ചെയിൻ 2 ചെയ്തു. നമ്മളിവിടെ ടൈറ്റാക്കി, നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുക. ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് പോവാം കേട്ടോ. ഇനി ഈ പെറ്റലുകളെല്ലാം ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. നമ്മളിതിൽ തന്നെ മറ്റേതിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മളൊരു ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് വിട്ടത്. ഇതിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്ത് വിടാം. അതായത് ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2-1-2-1 എന്നുള്ള പാറ്റേണിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം ഇവിടെ നമ്മളിപ്പം 2 എണ്ണം ചെയ്തു. അടുത്തതിൽ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 1 എണ്ണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ത്രെഡ് ഇതിൻ്റെ ഒപ്പം തന്നെ പിടിച്ച് വിടാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഇനി അടുത്ത ഇതിൽ നമ്മൾ 2 എണ്ണം ചെയ്യണം. ഇതിപ്പം ഹാഫ് ഡബിൾ ക്രോഷ്യോ അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യോ ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത്. നമ്മളപ്പോൾ ഈ 2 ലെയർ കഴിഞ്ഞ് ഈ പീച്ചിൻ്റെ ഈ ഒരു ലെയറും കൂടി ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്തിരിക്കുന്നത്. 1-2-1-2 എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് വരെ എത്തി. ഇനി നമുക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാം. ഇതിലോട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ പെറ്റലുകളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. പെറ്റലുകൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ മുകളിലെ ഈ ത്രെഡുകളിൽ ഈ ലെയറിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് ഇതിൻ്റെ ഈ ഫസ്റ്റ് ലെയറിലോട്ട് നമ്മൾ ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ഈ പെറ്റൽസിനെയൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഈ ത്രെഡുകൾ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഫസ്റ്റ് നമ്മൾ 1-2 2 നമ്മളെടുത്തു. 2-3 വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയിൻ 2 ആണ് ചെയ്യുന്നത്. പിന്നെ
അതിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ അടുത്തൊരു ഡബിൾ ക്രോഷ്യോ ചെയ്യാം. എന്നിട്ട് ചെയിൻ 2 ചെയ്തിട്ട് നമ്മൾ ഈ രണ്ടാമത് നമ്മൾ ചെയ്തല്ലോ ആ ഡബിൾ ക്രോഷ്യോ ചെയ്ത് അങ്ങോട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പെറ്റൽ കിട്ടും. ഇതുപോലെ ഈ അറ്റം ഫുള്ള് നമ്മൾ ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം നമ്മൾ ചെയ്തു പോവാം. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാണ്. ചെയിൻ 2, ഒരു ഡബിൾ ക്രോഷ്യോ, അടുത്ത ഇതിലോട്ട് അടുത്ത ഫ്രണ്ട് ലൂപ്പിലോട്ട് അടുത്ത ഡബിൾ ക്രോഷ്യോ വരുന്നത്. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ എടുത്ത ഈ ലൂപ്പിൽ നമ്മളിത് അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇത് ചെറിയ ത്രെഡായതുകൊണ്ടേ ഭയങ്കര കുനുകുനാന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും കേട്ടോ. ചെറുതായിട്ടതാ ഇങ്ങനെയാണ് വരിക നമുക്ക്. അതായത് ഫസ്റ്റ് ലൂപ്പിൽ നമ്മൾ 2 ചെയിൻ ചെയ്തു, ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. അടുത്ത ലൂപ്പിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോയും ചെയ്ത് 2 ചെയിൻ ചെയ്ത് അതേ സെയിം ലൂപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്യുക. പിന്നെ അടുത്തതിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് കയറിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഫുള്ള് ഇതും ഈ ബാക്കിൽ നമ്മൾ തയ്ച്ചിരിക്കുന്ന ഈ ഫുള്ള് ലെയറും നമ്മൾ ചെയ്ത് തീർക്കണം. അങ്ങനെ നമ്മളുടെ 3rd ലെയറും കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ നമ്മളിതിൽ ഈ പെറ്റൽസ് എല്ലാം ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. 3rd ലെയറും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തു. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ ഈ ഓരോരോ ഇതുകൾ വിട്ടിട്ടുണ്ടല്ലോ, ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ ഓരോ ഇത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അടുത്തൊരു ലെയറും കൂടി നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യോ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഡബിൾ ക്രോഷ്യോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെയിൻ 2 ഇടുക. എന്നിട്ട് നമ്മൾ ഈ സെയിം ഇതിൽ തന്നെ 2 1 1 എന്നുള്ള പാറ്റേണിലാണ് ചെയ്തു പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ 2 ചെയ്തു, 2 ചെയിൻ ചെയ്തു, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. അടുത്തതിൽ 1 1 എന്നുള്ള പാറ്റേൺ ആണ് കേട്ടോ. 2 1 1. അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. പിന്നത്തെ ഇതിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. അടുത്തതിൽ 2 എണ്ണം ചെയ്യാം. ഓക്കെ, ഈ ത്രെഡ് ഇങ്ങനെ അത് സ്പ്ലിറ്റായി വരുന്ന കാരണം കൊണ്ട് നമുക്ക് കുറച്ച് പാടാണ്. ഇതിങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല അടുത്തടുത്ത് വരുന്ന ഒരു പാറ്റേൺ അല്ലേ. അത് കാരണം കൊണ്ട് നല്ല സമയം എടുക്കും ഇത് ചെയ്ത് തീർക്കാനായിട്ട്, ഫിനിഷിങ്ങിൽ ചെയ്ത് തീർക്കാനായിട്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ സ്പ്ലിറ്റായി ഇടയിൽ പിടിക്കുകയാണ്. ഈ ഒരെണ്ണമൊക്കെ വിടും, അപ്പോൾ നമ്മളത് പിന്നെയും കയറ്റിയിടും. ഇതിൽ നമ്മളിവിടെ 2 എണ്ണം ചെയ്തു. 1 1 2 1 1 2 ഇങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് ഇതിൻ്റെ പുറകിൽ വിട്ടിരിക്കുന്ന ഈ ഓരോ സ്റ്റിച്ചും കൂടെയും ഫുള്ള് നമ്മൾ ചെയ്ത് വരണം. അപ്പോൾ ലാസ്റ്റ് എത്തിയിട്ട് കാണിച്ചു തരാവേ. ഇപ്പോൾ ദേ നമ്മളുടെ ഈ അടുത്ത ലെയർ കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഡബിൾ ക്രോഷ്യോ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത
ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഈ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ എടുത്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മളെടുത്ത് 1 2 അതേ ഇതിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ഇതിൽ നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ഇതിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നമ്മൾ ഒരു 2 ചെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ചെയിൻ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ. ഇനി അടുത്ത ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടുന്ന് 2 ചെയിൻ ചെയ്യുക. സെയിം അതിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ജോയിൻ ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലെ നമുക്കിത് ഫുള്ളി അറ്റം വരെ ചെയ്യാം. അങ്ങനെ ഇതേ നമ്മളുടെ 4ാമത്തെ ലെയറും ചെയ്തു തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളിതിപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇങ്ങോട്ട് കയറ്റി ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ചെയിനും കൂടി ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഉടുപ്പിലോ കാര്യങ്ങളിലോ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇനി ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. സെയിം സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് ഇച്ചിരി വലിപ്പം കുറവുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 2ാമത്തെ ലെയർ കഴിഞ്ഞതിന് ശേഷം ഹാഫ് ഡബിൾ ക്രോഷ്യ, ഞാനത് നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇച്ചിരി വലിപ്പം കുറവ് വേണം, നല്ല തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് കണ്ടോ, ഈ പെറ്റലുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. ഈ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം ഇത്രയും ഡിഫറൻസ് വരും പെറ്റലുകൾ തമ്മിൽ. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒട്ടും ഡിഫറൻസ് വരില്ല പെറ്റലുകൾ തമ്മിൽ കേട്ടോ. ഭയങ്കര തിക്കായിട്ടിരിക്കുവേ. രണ്ടും ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഫ്ലാറ്റായിട്ടൊക്കെ ഇരിക്കുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ്, അല്ല ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ചെറിയൊരു അളവിൻ്റെ വ്യത്യാസമേ വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടം വരെയാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി മുകളിലോട്ട് ഈ ത്രെഡിനെ നമുക്കൊന്ന് വലിച്ച് ഇതിൻ്റെ ബാക്കിലോട്ട് എടുക്കാം. പുറകിൽ നിന്ന് നീഡിൽ കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ച് ഈ ത്രെഡിനെ ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ത്രെഡ് ബാക്കിലെത്തി. ഇനി ഈ സെയിം കളർ ത്രെഡ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ബാഗിലൊക്കെ അല്ലെങ്കിൽ കീ ചെയിൻമയൊക്കെ ഇടാനായിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ലെങ്ത്തിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊരു ലെങ്ത്തിന് നമ്മൾ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടണം. അപ്പോൾ ഇതാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്ന യാൺ വരുന്നത്. ഇത് നമ്മൾക്ക് കയ്യിലെടുക്കുക. ഈ ത്രെഡിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇതാണ് നമ്മുടെ ത്രെഡിൻ്റെ ടെയിൽ വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങോട്ടിടുക.
മുകളിലോട്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ ഇങ്ങോട്ട് ഈ മുകളിലോട്ട് ഇടുക. ദാ അപ്പോൾ 2 ലൂപ്പ് കിട്ടും. ഒന്ന് പിടിച്ചേക്കുക കേട്ടോ, തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മളുടെ ഈ വർക്കിംഗ് യാൺ ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് നമ്മൾ ഇതിൽ ഒരു ഇത് കൊടുത്ത് ഇങ്ങനെ ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഒന്നും കൂടി നമ്മളിതിങ്ങനെ ഈ മുകളിൽ നിന്ന് പുറകിലോട്ടിടുക. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് നമുക്ക് എത്രയാണ്, നമുക്ക് ത്രെഡ് ഇച്ചിരി ടെയിലിൻ്റെ ഭാഗം ഇച്ചിരി കൂട്ടിയിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടും എത്രയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ഒരു 7-8 ഇഞ്ച് വലിപ്പത്തിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇതിനെ നമ്മൾ ഈ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കെട്ടിട്ട ഭാഗം നമ്മൾ ഈ ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ ഇങ്ങനെ ഈ നീഡിലേക്ക് കോർക്കും. രണ്ടെണ്ണം വരണ മാതിരി കോർത്തെടുക്കണേ. ഇതാ നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ അറ്റത്തും കൂടി ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഈ വലിപ്പത്തിലുള്ള ഒരു ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു ത്രെഡ് പോലെയായി. ഇനി നമ്മളിത് എവിടെയാണ് ഇത് അവസാനിപ്പിച്ചത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അവിടെ നമുക്കിത് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഈ ത്രെഡ് കൊണ്ട് ഇനി നമുക്ക് ഈ ത്രെഡും ഒക്കെ ഉണ്ട് നമുക്കിവിടെ. ഇത് കണ്ടോ, നമുക്കിപ്പോൾ ഇവിടെ ഈ ത്രെഡും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നമുക്കിത് അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനെ നമ്മൾ ഇങ്ങനെ വലിച്ച് ഈ അധികമുള്ള ത്രെഡിനെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പുറകിൽ കിട്ടും നമുക്ക്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കോർത്ത് പുറകിലോട്ട് വിടാം. ഓക്കെ, കണ്ടോ. ഇനി നമുക്കിവിടെ ഇതിനെ കെട്ടിടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് വിടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് വെച്ചിട്ട് തന്നെ ഒരു കെട്ടിടട്ടെ. അപ്പോൾ അതിന് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ത്രെഡ് ഉള്ളതിനെ ഞാൻ ഓരോ ത്രെഡാക്കി സെപ്പറേറ്റ് ആക്കുക. അപ്പം നമുക്കിത് ഉള്ളിൽ കൂടെ കോർത്ത് വിടുമ്പം അത്രയും പെട്ടെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ഈ ത്രെഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഈ ത്രെഡും തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ബാക്കിയുള്ള ഈ ത്രെഡ് ഉണ്ടല്ലോ, ഇതും നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ത്രെഡിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ട് കെട്ടിടാം. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇനിയും കോർത്ത് വിടാം കേട്ടോ. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിടണമെന്നില്ല. കെട്ട് കാണാത്ത മാതിരി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പിന്നെയും നമുക്ക് ജോയിൻ ചെയ്തൊക്കെ വിടാം. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിപ്പോൾ ഹാങ് ചെയ്തിടുന്നതായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലാണെങ്കിൽ നമുക്കിത് വേഗം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിവിടെ നോക്കുക കേട്ടോ, ഈ നീഡിലിൻ്റെ ഈ ഭാഗം ഇവിടെ വരുന്നുണ്ടെങ്കിൽ നീഡിലിൻ്റെ ആ ഭാഗം അവിടെ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കുക. കണ്ടോ, ഇപ്പം ഇല്ല. അപ്പോൾ നമ്മൾ ഇത് വലിച്ച് നമ്മളെടുക്കാം.
ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൽ നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള ത്രെഡും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇത് ത്രെഡ് അറ്റാച്ച് ചെയ്യാത്ത ഫ്ലവറാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബാഗുമേ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത് തീർന്ന ഫ്ലവർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ക്രോഷിയുടെ ബാഗ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്തിടട്ടെ. ഫൈനലായിട്ട് ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. കണ്ടോ? ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ഇനി ഇതെല്ലാം നമുക്ക് കീ ചെയിൻസ് ഉണ്ടല്ലോ, അതിൽ ഹുക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഫ്ലവർ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഈ വൈറ്റ് തന്നെ ഇടുന്നതിന് പകരം ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അത് കാണുമ്പം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കും ആൾക്കാർ ഇങ്ങനെയുള്ളത്. പിന്നെ ഇത് ഫുള്ള് ഞാനീ പറഞ്ഞല്ലോ കോട്ടനും എക്കർലിക്കും മിക്സ് ആയിട്ടുള്ള യാണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സുഖമായിട്ട് ഇവിടെ ഹാൻഡ് വാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അധികം അഴുക്കാകുന്നതിന് മുൻപേ നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് വാഷിന് യൂസ് ചെയ്യുന്ന സോപ്പുകളുണ്ടല്ലോ, ലിക്വിഡ്സ്, അത് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണക്കി നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രെഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് എന്ന് ഞാൻ പറയില്ല. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ ചെയ്താലാണ് നല്ല ഭംഗിയിൽ ഈ ഫ്ലവർ വരുന്നത് കേട്ടോ. അപ്പം ഇതിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട സ്റ്റിച്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യണം എന്നുള്ളവർക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടി അറിയണം. ഡബിൾ ക്രോഷ്യോ, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ ചെയിൻ സ്റ്റിച്ച്, ഇതൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് അറിയേണ്ടതുകൾ. റൗണ്ട് ചെയ്യുന്ന പാറ്റേൺ അത്യാവശ്യം കുറച്ചെങ്കിലും അതിൻ്റെ ഒരു അടുത്ത ലെയർ വരുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്കറിയണം. ഫസ്റ്റ് നമ്മൾ 6 എണ്ണം ചെയ്തു സിംഗിൾ ക്രോഷ്യോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 സിംഗിൾ ക്രോഷ്യോ ആണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ ഫസ്റ്റ് പെറ്റലിൻ്റെ ലെയർ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പെറ്റലിൽ ലെയർ ചെയ്യാനുള്ള ബേസാണ് ചെയ്തെടുത്തത്. അത് 2 ഡബിൾ ക്രോഷ്യോ വീതം ഓരോ സ്റ്റിച്ചിലും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത പെറ്റലിൻ്റെ ഇത് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത 3ാമത്തെ ലെയർ പെറ്റൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പെറ്റലിൻ്റെ ലെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ബേസ് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ബേസ് റെഡിയാക്കി എടുക്കണമെങ്കിൽ പെറ്റൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ലൂപ്പിൽ മാത്രമായിട്ട് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യണം. എന്നാലാണ് ബാക്ക് ലൂപ്പിൽ നമുക്ക് അടുത്ത ബേസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ഇതിൻ്റെ പാറ്റേൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു നോട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.